ഇതിൻ്റെ പേര് എപ്പിലാം എന്നാണ്. എപ്പിലാം പിക്സ്റ്റോപ്സ് മോബീസിൻ്റെ പ്രോഡക്റ്റാണ് സ്വിസ്. ഇത് ബെർജനിൽ നിന്നുള്ള പ്രോഡക്റ്റാണ്. ഇതിലേക്ക് ഈ നമ്മൾ സെൻസിറ്റീവായ വാച്ചിൻ്റെ 2-3 പാർട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ഫ്യൂല്, പല്ലറ്റ് ഫോർക്ക്, ഇൻസ്റ്റോൺ പീസുകൾ അത് ഇതിനകത്തേക്ക് നമ്മൾ ഇട്ടിട്ട് ഇതെടുത്തിങ്ങനെ തിരിച്ചു വെക്കും. നമ്മളൊരു 20-25 സെക്കൻഡ് അങ്ങനെ വെച്ചേച്ച് നമ്മൾ വീണ്ടും എടുത്ത് നിർത്തിട്ട് തുറന്നേച്ച് നമ്മളിട്ട സാധനങ്ങൾ നമ്മൾ വെളിയിലേക്കെടുത്ത് ഒരു മിനിറ്റ് അത് ട്രൈ ചെയ്യാൻ വേണ്ടി വെക്കും. അന്നേരത്തേന് അത് നല്ല സൂപ്പറായിട്ട് ട്രൈ ആയി കഴിയുമ്പോഴത്തേന് നമ്മളത് വാച്ച് ഫിറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഇൻസ്റ്റോൺ കപ്പ് ജോൽ ആൻഡ് ടോപ്പ് ജോലാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ചെറിയ ഡ്രോപ്പ് ഓയിൽ കൊടുക്കും. എന്നിട്ട് ഇത് വാച്ചിൻ്റെ റെഗുലേറ്റർ സൈഡിൽ വരുന്ന ഷോക്ക് പ്രൂഫാണ്. നമ്മളിത് എപ്പിലാം ചെയ്തതുകൊണ്ടാണ് ആ ഡ്രോപ്പ് കൊടുത്ത ഓയിൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നിൽക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്പ്രെഡ് ആകുകയില്ല. അത് നമ്മൾ ഈ എപ്പിലാം ചെയ്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരന്നൊഴുകും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് എപ്പിലാം ചെയ്യുന്നത്. ഇത് ഫെഡറിക് കോൺസ്റ്റൻറ്റിൻ്റെ വാച്ചാണ്. ഇതിലേക്ക് നമ്മൾ ഇപ്പം കപ്പ് ജോലും ടോപ്പ് ജോലും ഇൻകം ബ്ലോക്ക് യൂണിറ്റ് ഷോക്ക് പ്രൂഫ് ഇതിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അത് കറക്റ്റ് ഈ ലോക്ക് എടുത്തേച്ച് അതിലേക്ക് ആ സെറ്റ് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റായിട്ട് വീണ്ടും നമ്മൾ ലോക്ക് ചെയ്യണം. ഓക്കെ, അതിന് ശേഷം അത് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നമ്മളൊന്ന് പമ്പ് ചെയ്ത് നോക്കണം. ഇപ്പം ബാലൻസ് നല്ല ഫ്രീ ആണ്. വാച്ച് അസംബിളിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം ഇതിൻ്റെ ഗ്രേറ്റ് വീലാണ് വെക്കുന്നത്. അതിനുശേഷം ബാരൽ ആർബർ മെയിൻ സ്പ്രിങ് സെറ്റാണ് ഇതിനകത്ത് ഉള്ളത്. അതിനുശേഷം മറ്റ് വീലുകൾ ഓരോന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് എസ്കേപ്പ് വീല്, ഇതിൻ്റെ സെക്കൻഡ് വീല്, ഇത് സെൻറ്റർ സെക്കൻഡ് വീല്, ഇത് ബാരൽ ബ്രിഡ്ജാണ്, ഇത് ക്രൗൺ വീല്, ഇത് റാച്ചറ്റ് ഡ്രൈവിംഗ് വീല്, ഇത് ഇൻ്റർമീഡിയറ്റ് വീല്. റാച്ചറ്റ് വീല് ഇവിടെ വരും. ഇതൊരു സ്കെൽറ്റൻ വാച്ചാണ്. അതുകൊണ്ടാണ് ഇതിന് കളറുള്ള സ്ക്രൂസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ ഫുള്ള് മൂവ്മെൻറ്റ് കാണാവുന്ന രീതിയിലാണ്. അപ്പോൾ അത് കാഴ്ചയ്ക്കുള്ള ഭംഗിക്കാണ് ഇത്തരം കളറുള്ള ഒരു ബ്ലൂയിഷ് ഷെയ്ഡുള്ള സ്ക്രൂസാണ് കൊടുത്തിരിക്കുന്നത്. വീലുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് വൈൻഡ് ചെയ്ത് കൊടുത്ത് നോക്കും. വീല് എങ്ങനെയുണ്ട്, വീലെല്ലാം ഫ്രീ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീലിൽ ഓയിൽ കൊടുക്കുന്നത്. വീല് ഫ്രീ അല്ല എങ്കിൽ അതെവിടെയാണെന്ന് നമ്മൾ ഇങ്ങനെ എല്ലാ വീലും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ഷെയ്ക്ക് എത്രയുണ്ടെന്ന് നോക്കും. അപ്പ് ആൻഡ് ഡൗൺ ഷെയ്ക്ക് കറക്റ്റ് അല്ലെങ്കിൽ വീല് ഫ്രീ ആകാനും അത് ഓവർ ജമ്പ് ചെയ്ത് മറ്റ് വീലുകളുടെ ടീത്തേന്ന് മിസ്അലൈൻമെൻ്റ് ആകാനും ചാൻസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ വീലുകളുടെ പിവറ്റിന് ഓയിൽ കൊടുക്കാം. ജുവലുകളിൽ ഓയിൽ കൊടുത്തേച്ച് വീണ്ടും ഒന്നുകൂടെ വൈൻഡ് ചെയ്ത് നോക്കും. നമ്മൾ ഇതുവരെ ചെയ്ത ഓരോ പോർഷനും ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വീണ്ടും പാലറ്റ് ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പാലറ്റ് ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ കവർ വെച്ചതിന് ശേഷം ഒരു ചെറിയ വൈൻഡ് നമ്മൾ കൊടുത്തേച്ച് അതിന് എല്ലാം ഫ്രീ ആണോ, കറക്റ്റായിട്ട് എസ്കേപ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അതിന് സ്ക്രൂ വയ്ക്കുകയുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അത് മിസ്അലൈൻഡ് ആയിട്ടാണ് മിസ്പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മൾ സ്ക്രൂ വെച്ച് മുറുക്കുമ്പോൾ ഇതിൻ്റെ വീലിൻ്റെ പിവറ്റ് ഒടിഞ്ഞു പോകും. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് നമ്മളിത് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് സ്ക്രൂ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ കൺഫേം ചെയ്യുന്നത്. ഇത്രയെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് വീൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ബാലൻസ് വീൽ ഇൻസ്റ്റാൾ ചെയ്ത് ആ വാച്ച് ഓടുന്നത് കാണുമ്പം ഒരു ഭയങ്കര സന്തോഷമാണ്. ഒരു വാച്ച് മേക്കറുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. ഒരു വാച്ചിൻ്റെ ബാലൻസ് വീൽ വെച്ച് അത് ഓടുന്ന കാണുമ്പോൾ ഒരു വാച്ച് മേക്കർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. ഞാൻ ജലീഷുമായിട്ടൊക്കെ ഞങ്ങളുടെ സംസാരത്തിൽ എപ്പോഴും കടന്നു വരാറുള്ള ഒരു കാര്യമാണ്. ബാലൻസ് വീൽ വെച്ചിട്ട് വാച്ച് എസ്കേപ്മെൻറ്റ് ചെയ്യുന്ന കാണുന്ന ആ ഒരു നിമിഷം ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. നമ്മൾ എത്രയും നേരവും ജോലി ചെയ്തതിനെല്ലാം ഒരു നല്ല റിസൾട്ട് കാണുമ്പം കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ് ഓരോ ബാലൻസ് വീൽ വെച്ച് ഓരോ വാച്ച് ഓടുമ്പോഴും ഒരു വാച്ച് മേക്കർക്ക് കിട്ടുന്നത്. ഇതാണ് വാച്ചിൻ്റെ എസ്കേപ്പ് വീലിന് പാലറ്റ് ഫോർക്കിന് നമ്മൾ ഓയിൽ കൊടുക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോവാണിത്. ഇത് നമ്മൾ ഓയിലൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഭയങ്കര ഹൈ ബിറ്റിലേക്ക് ഇത് പോകും. എസ്കേപ്മെൻറ്റ് ഭയങ്കര ക്ലിയർ ആയി കഴിയുമ്പോൾ, സ്മൂത്തായി കഴിയുമ്പോൾ
പലറ്റ് ഫോർക്കിന് ഓയിൽ കൊടുക്കുന്നത് നമ്മൾ ബാക്കിൽ നിന്നാണ്. ഈ കാണുന്ന എസ്കേപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ, അതിനകത്ത് ഈ 2 വെട്ട് കാണിച്ചിരിക്കുന്ന അവിടെ 2 ഗ്യാപ്പ് കൊടുത്തിരിക്കുന്ന പലറ്റ് ഫോർക്കിന് ഓയിൽ കൊടുക്കാനുള്ള ഭാഗങ്ങളാണ്. ഈ വാച്ചിൻ്റെ ഡയൽ സൈഡിൽ കാര്യമായ കോംപ്ലിക്കേഷനുകളൊന്നും തന്നെ ഇല്ല. ഇത് കനൻ പിനിയൻ, ഇത് മിനിറ്റ് വീല്, പിന്നെ 1-2 ഇൻ്റർമീഡിയറ്റ് വീലുകൾ. എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു എക്സ്ട്രാ പ്ലേറ്റ് ഉണ്ട്. ഈ വാച്ചിന് ഒരു ഡയൽ റെസ്റ്റിംഗ് പ്ലേറ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് മിനിറ്റ് ഡ്രൈവിംഗ് വീലാണ്. ഇത് മറ്റ് വീലിൻ്റെ സെയിം അതേ പോസ്റ്റിൽ തന്നെ എക്സ്ട്രാ ഒരു വീലൂടെ വരികയാണ്. അതിനുശേഷം ഇവിടെ ഒരു കവർ വരുന്നുണ്ട് ഈ വീലുകളുടെ സപ്പോർട്ടായിട്ടൊരു. അതിൻ്റെ എല്ലാം ശേഷം ഇതൊരു ഡയൽ റെസ്റ്റിംഗ് പ്ലേറ്റാണ്. അതിനുശേഷം ഹവർ വീല് നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ഡയലിൻ്റെ ലോക്കാണ്. ആ ലോക്ക് വെളിയിലേക്ക് ഓപ്പൺ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഫൈനലി നമ്മൾ ഡയൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഫെഡറിക് കോൺസ്റ്റൻറ്റൈൻ ഇതൊരു 2824 ETA ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. അതിനവർ സർട്ടിഫൈഡ് ക്രോണോമീറ്റർ ആക്കി വേറെ ഡിസൈനിങ് കൊടുത്ത് ചില ഏരിയയിലെല്ലാം വലിയ വ്യത്യാസങ്ങൾ കൊടുത്താണ് ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊരു വാച്ചിൻ്റെ ഹാൻഡ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് നമ്മൾ നോക്കും. എല്ലാ ഹാൻഡ്സും തമ്മിലുള്ള അകലം ഒരേപോലെ കൺസെൻട്രിക് ആണോ എന്ന് നോക്കും. ഒന്ന് അടുത്ത് ഒന്ന് അകന്നു ഇരിക്കാൻ പാടില്ല. ഒരേപോലെ ഇപ്പോൾ ഈ കാണുന്നത് കണ്ടില്ലേ, ഒരേ അകലത്തിലായിരിക്കണം അതിൻ്റെ ഹൈറ്റ്. കൂടുതൽ അകലം വന്നു കഴിഞ്ഞാൽ ഹാൻഡ്സ് ചെന്ന് ഗ്ലാസ് ടച്ച് ചെയ്യാനും വാച്ച് സ്ലോ ആകാനും ചാൻസ് ഉണ്ട്. കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞാൽ വാച്ച് ഓടി വരുമ്പോഴത്തേന് അതിൻ്റെ ഹാൻഡ്സ് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ടൈം ഡിലേ ആകാനും ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പണി തീർന്നു കഴിയുമ്പോഴേ ഹാൻഡ്സ് വെച്ച് കഴിയുമ്പോഴേ നമ്മളിങ്ങനെ അത് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. കേസിങ് കഴിഞ്ഞു, അതിൻ്റെ ടൈം ഗ്രാഫും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൻ്റെ ഓട്ടോമാറ്റിക് ഡിവൈസ് ഫിറ്റ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് അതിന് സ്ക്രൂകൾ വെക്കുക. റോട്ടർ ഓസിലേറ്റിംഗ് വെയിറ്റ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അത് വെച്ചു. അതിൻ്റെ സ്ക്രൂ കൂടെ വെച്ചാൽ പിന്നെ ബാക്ക് കവർ ഫിക്സ് ചെയ്താൽ മതി, പണി കഴിഞ്ഞു. ഗാസ്കറ്റ് കണ്ടോ, റാഡോയിലും ടിസോട്ടിലും ഒക്കെ വരുന്ന പോലെ പ്ലാസ്റ്റിക് ടൈപ്പ് ഗാസ്കറ്റാണ് ഇത്. ഒരു 100 മീറ്ററിന് താഴെയുള്ള വാച്ചുകളിലാണ് ഈ ഗാസ്കറ്റ് വരുന്നത്. ഈ വാച്ച് ഒരു 3 ATM വാച്ചാണ്. 3 ATM നോർമൽ ഡ്രസ് വാച്ചാണ്, ഫോർമൽ വാച്ച്. ആര് കണ്ടാലും ഒന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൂപ്പർ ഡിസൈൻ, വളരെ സൗന്ദര്യമുള്ള, വളരെ ഭംഗിയുള്ള, മനോഹരമായ ഡിസൈൻ. ഫെഡറിക് കോൺസ്റ്റൻറ്റൈൻ 715/724 അതാണ് മോഡൽ നമ്പർ. FC215 എന്ന 215 ആണ് അതിൻ്റെ മൂവ്മെൻറ്റ് നമ്പർ. ഇത് ETA-യുടെ 2824-ൻ്റെ ബേസ്ഡ് മൂവ്മെൻറ്റാണ്. പതക് ഫിലിപ്പിൻ്റെ കളത്രാവ് പോലെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് നമുക്കതിൻ്റെ ഹാർട്ടൊക്കെ കാണാവുന്ന രീതിയിലുള്ള സൂപ്പർ ഡിസൈനിങ്. എന്താണേലും വളരെ സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള ഒരു വാച്ച്.